ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്റർ ആണ്. മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിന്റെ മലയാളം മീഡിയം ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാളം മീഡിയം കുട്ടികൾക്ക് വേണമെങ്കിൽ STD 7 സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭ്യമാണ്. അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളുടെ ഒക്കെ ക്ലാസ്സുകൾ വേണമെങ്കിൽ STD 7 ഓൾ സബ്ജക്ട്സ് എന്ന പ്ലേലിസ്റ്റ് എടുത്തു നോക്കുക. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് നമ്മൾ ഓൺലൈൻ ട്യൂഷൻ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അനിയനോ അനിയത്തിയോ സിബ്ലിങ്സോ പരിചയക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അഡ്മിഷൻ വേണമെങ്കിൽ ഞാൻ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കൂ മക്കളെ, നമുക്ക് താഴെ ഒരു തമിഴ് ലിറിക്സ് തന്നിട്ടുണ്ട്. കോനേറി വാഴും കുറുകായ് പിറപ്പേനെ, തിരുവേങ്കട ചൂണയിൽ മീനായി പിറക്കും, വേങ്കടത്ത് ചെമ്പകമായി നിൽക്കും, വേങ്കടമലൈമേൽ തമ്പഹമായി കോയിലിൻ വാസലിൽ പടിയായി കിടന്നും. ഇത് കുലശേഖര ആഴ്വാർ എഴുതിയ പെരുമാൾ തിരുമൊഴിയിൽ നിന്നുള്ള ചില വരികളാണ്. ഇനി ഇതിന്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയാ വരുന്നതെന്ന് നോക്കൂ. ഐ വിഷ് ടു ബി ബോൺ ആസ് എ ഡവ്, ടു ലിവ് ഓൺ ദിസ് ഹിൽ, to be born as a fish in the pond at Tiruvengada Hills, to stand as Chambaga flower there, to stand as a pillar on top of Vengada Hill, to lie down as a step at the door of that temple. ഒരു അമ്പലത്തെ കുറിച്ച്, ആ അമ്പലത്തിലെ പ്രാവാവാനും മീനാവാനും അമ്പലക്കുളത്തിലെ മീനാവാനും അവിടെയുള്ള ചെമ്പകപ്പൂവായി മാറാനും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വരികളാണ് എഴുതിയിരിക്കുന്നത്. The above verse is from Perumal Tirumozhi, written by Kulashekara Alvar, a Bhakta poet who lived in Kerala in the 9th century. What is the theme behind those lines? 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആൾവാർ എഴുതിയ പെരുമാൾ തിരുമൊഴിയിൽ നിന്നുള്ള വരികളാണ്. ഈ ലൈൻസിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് one's life to God. The ideas and activities that arise out of bhakti are known as bhakti movement. അപ്പൊ ദൈവത്തിലേക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ? ദൈവത്തിലേക്ക് ജീവിതവും ജീവനും ഒക്കെ സമർപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ്, അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഭക്തി ഉയർത്തി കാണിച്ച മൂവ്മെന്റിനെ ഭക്തി മൂവ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. The conservative outlook and the caste system that prevailed in medieval India perpetuated discrimination among the people. The social groups subjected to caste discrimination were attracted to the Bhakti movement. Gradually, at different times, there occurred synthesis of various visions and practices in India. In this chapter, we shall discuss the 2 important cultural movements that spread across the India during the medieval period, that is, Bhakti Sufi movements. മിഡീവൽ ഇന്ത്യയിൽ ആ സമയത്ത് നിലനിന്നിരുന്ന വളരെയധികം യാഥാസ്ഥിതികമായിട്ടുള്ള കാഴ്ചപ്പാടും അതുപോലെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും ഒക്കെ ഉണ്ടായിരുന്നു. ജാതി വ്യവസ്ഥയും പിന്നെ ജനങ്ങൾക്കിടയിലുള്ള പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും അന്ന് മിഡീവൽ ഇന്ത്യയുടെ സമയത്ത് നിലനിന്നിരുന്നു. അപ്പൊ നമ്മൾ അത് യൂണിറ്റ് 1st ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ? ഈ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് പല ജനങ്ങളെയും ഈ ഭക്തി മൂവ്മെന്റിലേക്ക് കുറച്ചുകൂടെ അട്രാക്ട് ചെയ്യിച്ചത്, അവരെ അതിലേക്ക് ആകൃഷ്ടരാക്കിയത്. പിന്നീട് ഗ്രാജുവലി എന്തായി, പല കാലങ്ങളിലായിട്ട് ഇന്ത്യയിൽ വ്യത്യസ്ത തരത്തിലുള്ള ദർശനങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചേരാനായിട്ട് തുടങ്ങി, അതിന്റെ സമന്വയം ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഇത്തരത്തില് ഇന്ത്യയുടെ മിഡീവൽ കാലഘട്ടത്തില് ഇന്ത്യയിൽ ഒട്ടാകെ വ്യാപിച്ച 2 പ്രധാനപ്പെട്ട കൾച്ചറൽ മൂവ്മെന്റ്സ് ആണ് ഭക്തി മൂവ്മെന്റും സൂഫി മൂവ്മെന്റും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഭക്തി സൂഫി മൂവ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ 2nd ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ആദ്യത്തേത് ഭക്തി മൂവ്മെന്റ് ആണ്. ഇത് പ്രധാനമായിട്ടും സൗത്ത് ഇന്ത്യയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ. Bhakta poets who lived in South India composed hymns and devotional songs that express unwavering devotion to their favorite deity. These Bhakta poets were devotees of Vishnu, known as Alvars, and devotees of Shiva, known as Nayanars. Let's see the characteristics of this movement that existed between the 7th and 12th centuries CE. സൗത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തകവികള് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവത്തോടുള്ള അവരുടെ ഭക്തിയെ സൂചിപ്പിക്കാനായിട്ട് ഒരുപാട് കീർത്തനങ്ങളും ഗാനങ്ങളും ഒക്കെ രചിച്ചിരുന്നു. അപ്പോ ഇതിൽ വിഷ്ണു ദൈവത്തെ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ വിഷ്ണു ഭക്തര് ആൾവാർ എന്നും പിന്നെ അതുപോലെ ശിവഭക്തര് നായനാർ എന്നുമായിരുന്നു അറിയപ്പെട്ടിരുന്നത്. CE 7 തൊട്ട് 12 വരെ ആ ഒരു സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന അവരുടെ പ്രത്യേകതകളാണ് ഇനി നമ്മൾ നോക്കുന്നത്.
ആദ്യത്തെ പ്രത്യേകത നോക്കൂ, ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവുമായിരുന്നു. ദെൻ ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിരുന്നു. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിരുന്നു. ഡീപ് ഡിവോഷൻ ടു ദ ബിലവഡ് ഡൈറ്റി, ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന ഇവരുടെ ഒരു പ്രത്യേകതയായിരുന്നു. കോമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്യുലർ ലാംഗ്വേജസ്, അതുപോലെ പ്രാദേശികമായിട്ടുള്ള ഭാഷകളിലെ കീർത്തനങ്ങളും പിന്നെ അവരുടെ ലിറ്ററേച്ചറും എഴുത്തും ആലാപനവും ഒക്കെ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. The Bhakti movement emerged as a popular movement in Tamil Nadu. Alvars and Nayanars traveled from place to place singing devotional songs in vernacular languages, which helped in spreading devotion among people. The composition of Bhakta poets had a great impact on the common people when evil practices and inequality were dominant. The meaningless customary practices that prevailed in the society were questioned. Irrespective of caste, all sections of the society were attracted to the Bhakti movement. The writings of Alvars and Nayanars popularized Hinduism. എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ? സൗത്ത് ഇന്ത്യയിൽ തന്നെ തമിഴ്നാട്ടിലാണ് ഈ ഭക്തി മൂവ്മെന്റ് ഏറ്റവും പോപ്പുലർ ആയിട്ട് മാറിയത്. ആൾവാരും നായനാർസും എന്താണ് അവര് വെർണാക്യുലർ ലാംഗ്വേജസ്, അതായത് പ്രാദേശികമായിട്ടുള്ള ഭാഷകളിലായിരുന്നു ഭക്തി ഗാനങ്ങളൊക്കെ ആലപിച്ചത്. എന്നിട്ട് അവർ എന്ത് ചെയ്യുമായിരുന്നു? ദേശാടനം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ദേശാടനം ഇത്തരത്തിൽ ഈ പ്രാദേശികമായിട്ടുള്ള ഭാഷയിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ചു പോകുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിക്കാനായിട്ട് തുടങ്ങി. അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഡിസ്ക്രിമിനേഷൻസും അനാചാരങ്ങളും ഇനീക്വാലിറ്റീസും എല്ലാം അന്ന് വളരെ ശക്തമായിരുന്നത് കൊണ്ട് തന്നെ ഈ ഭക്ത കവികളുടെ ഇത്തരത്തിലുള്ള രചനകൾ അവരെ സാധാരണക്കാരെ ഈ ഭക്തി മൂവ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഭക്തിയിലേക്ക് സ്വാധീനിച്ചു, അതിലേക്ക് അട്രാക്ട് ചെയ്യിച്ചു. അന്ന് സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന വളരെ മീനിങ്ലെസ് ആയിട്ടുള്ള അനാചാരങ്ങളും ഇവര് ഈ പോയത്തിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ ജാതി ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തി മൂവ്മെന്റിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ആൾവാസും നായനാർസും അവരുടെ രചനകൾ ഹിന്ദുയിസം, അതായത് ഹൈന്ദവ മതത്തെ കൂടുതൽ പോപ്പുലർ ആക്കി മാറ്റാനായിട്ട് സഹായിച്ചു. The writings of the Alvars came to be known as Nalayira Divya Prabandham, while the writings of the Nayanars were titled as Tirumuraigal. Many temples were also built during this period. അപ്പൊ ആൾവാർസ് എഴുതിയത്, അതായത് വിഷ്ണു ഭക്തർ എഴുതിയ റൈറ്റിംഗ്സിനെ 4000 ദിവ്യ പ്രബന്ധം എന്നും, നായനാർസ് അതായത് ശിവഭക്തർ എഴുതിയ ഇതിനെ പോയറ്റ്സിനെയൊക്കെ അല്ലെങ്കിൽ റൈറ്റിംഗ്സിനൊക്കെ തിരുമുറൈകൾ എന്നുമായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അന്നത്തെ കാലത്ത് അവർ ഒരുപാട് അമ്പലങ്ങളും പണി കഴിപ്പിച്ചിട്ടുണ്ട്. പ്രോമിനന്റ് പോയിറ്റ്സ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ്. ഇനി ഭക്തി മൂവ്മെന്റിലെ പ്രധാനപ്പെട്ട പോയിറ്റ്സ് ആരൊക്കെയെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. നോക്കൂ, ഡിവോട്ടീസ് ഓഫ് വിഷ്ണു, അതായത് ആൾവാർസിൽ പ്രധാനമായിട്ട് കുലശേഖര ആൾവാർ, പെരിയാൾവാർ, നമ്മാൾവാർ, ആണ്ടാൾ. ഇനി ഡിവോട്ടീസ് ഓഫ് ശിവ, നായനാർസ് പ്രധാനമായിട്ടും കരൈകൾ അമ്മയാർ, അപ്പാർ, സമ്പന്തർ, ദെൻ സുന്ദരർ, മാണിക്കവാസകർ. ഇത്രയും പോയിറ്റ്സ് ആണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മേക്ക് എ നോട്ട് ഓൺ ദ ചേഞ്ചസ് ദാറ്റ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ് ബ്രോട്ട് അബൌട്ട് ഇൻ ദ സോഷ്യൽ സിസ്റ്റം. സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ് സോഷ്യൽ സിസ്റ്റത്തിൽ, അന്നത്തെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, സോ ഞാൻ എഴുതി തരാം. The Bhakti movement emerged as a popular movement in Tamil Nadu. Alvars and Nayanars traveled from place to place singing devotional songs in vernacular languages, which helped in spreading devotion among people. The compositions of Bhakta poets had a great impact on the common people when evil practices and inequality were dominant. The meaningless customary practices that prevailed in the society were questioned. Irrespective of caste, all sections of the society were attracted to the Bhakti movement. The writings of Alvars and Nayanars popularized Hinduism. The Bhakti movement gradually started spreading to different parts of India. Let's get to know the propagators of the Bhakti movements in different regions. അങ്ങനെ പതുക്കെ ഭക്തി മൂവ്മെന്റ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങി. ഓരോ ഭാഗത്തും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില ഭക്തി മൂവ്മെന്റിന്റെ പ്രൊപ്പഗേറ്റേഴ്സ്, അത് പ്രചരിപ്പിച്ചിരുന്ന ആളുകളെ കുറിച്ച് നമുക്ക് നോക്കാം.
അതിൽ ഒന്നാമത്തെ ആള് ബസവണ്ണയാണ്. ബസവണ്ണ ഫിലാന്ത്രോപ്പിസ്റ്റ് ഓഫ് കന്നഡ ദേശ, കന്നഡ ദേശത്തിന്റെ മനുഷ്യ സ്നേഹി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേട്ടോ. അറ്റാച്ച്ഡ് ബിലോ ഇസ് ദ ഡിപിക്ഷൻ ഓഫ് എ ഡിസ്കഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ അനുഭവ മണ്ഡപം, ദ ഫോറം സെറ്റപ്പ് ബൈ ബസവണ്ണ, നോട്ട് ദ ഫിഗർ. താഴെ നമുക്ക് ബസവണ്ണയുടെ ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള അനുഭവ മണ്ഡപത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. അതിൽ ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് നോക്കൂ. ഈസ് ഇറ്റ് റൈറ്റ് ടു ഡിസ്ക്രിമിനേറ്റ് പീപ്പിൾ ബൈ ബർത്ത് ആൻഡ് ഓക്യുപ്പേഷൻ? ജനനം കൊണ്ടും ജോലി കൊണ്ടും തൊഴിൽ കൊണ്ടും ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യിക്കുന്നത് ശരിയാണോ? അതുപോലെ അടുത്ത നോക്കൂ. ഈസ് ഇൻ ചൈൽഡ് മാരേജ് എ ഹിൻഡ്രാൻസ് ടു ഗേൾസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ? ശൈശവ വിവാഹം, ചൈൽഡ് മാരേജ് കുട്ടികളുടെ മാനസികവും ആരോഗ്യവും പരമായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ, ഒരു തടസ്സമല്ലേ? What can be done to liberate those who follow superstitions? അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നവരെ പിന്തിരിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള അവരുടെ ഒത്തിരി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട് അല്ലെ. കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ പ്രിവെന്റ് സോഷ്യൽ പ്രോഗ്രസ്, റാഷണൽ തിങ്കിങ് ആൻഡ് എക്സ്പീരിയൻസസ് ഫോസ്റ്റർ സ്പിരിച്വൽ പ്രോഗ്രസ് ആൻഡ് ഫ്രീ തിങ്കിങ്. ഗേൾസ് എഡ്യൂക്കേഷൻ ആൻഡ് മാരേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആർ ഇമ്പോർട്ടന്റ് ഫോർ സോഷ്യൽ പ്രോഗ്രസ്. അപ്പോൾ ഇതിനൊക്കെ എതിരായിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ അന്നത്തെ സമൂഹ സ്ഥിതിയിൽ ഉണ്ടായിരുന്ന പല അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിരുന്നു ബസവണ്ണ. ഇനി എന്താണ് അനുഭവ മണ്ഡപം എന്ന് നോക്കാം. അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം founded by Basavanna in the 12th century CE. Allama Prabhu and Akka Mahadevi led the discussions in the Anubhav Mandapam. Everyone was allowed to participate in the discussions, irrespective of caste and gender. People used to come to Anubhava Mandapam for spiritual discussions and renewal of knowledge. The ideas that emerged in the discussions were conveyed to the people in the name of Vajanas. CE 12th സെഞ്ചുറിയിൽ ബസവണ്ണ സ്ഥാപിച്ച ഒരു ആത്മീയമായിട്ടുള്ള ഒരു ചർച്ചാ വേദിയാണ്, ഡിസ്കഷൻ ചെയ്യാനായിട്ടുള്ള ഒരു വേദിയാണ് അനുഭവ മണ്ഡപം എന്നറിയപ്പെടുന്നത്. അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി തുടങ്ങിയവരൊക്കെ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് ലീഡർഷിപ്പ്, ലീഡിംഗ് കൊടുത്തിരുന്നു, നേതൃത്വം നൽകിയിരുന്നു. കാസ്റ്റ് അതുപോലെ ജെൻഡർ എന്നൊക്കെയുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവർക്കും ആ ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള അവസരം കൊടുത്തിരുന്നു. പിന്നെ പല ആത്മീയമായിട്ടുള്ള ചർച്ചകൾക്കും അതുപോലെ അറിവ് പുതുക്കലിനും ഒക്കെ ആയിട്ട് ആളുകൾ ഈ അനുഭവ മണ്ഡപത്തിൽ എത്തിച്ചേർന്നിരുന്നു. ചർച്ചയിൽ ഉയർന്നു വരുന്ന ഓരോ ആശയങ്ങളെയും ഭജനാസ് എന്ന പേരിലായിരുന്നു ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തിരുന്നത്. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലിസ്റ്റ് ഔട്ട് ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദ സോഷ്യൽ കണ്ടീഷൻസ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ്. ആ സമയത്തുണ്ടായിരുന്ന സമൂഹത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റഡ്, ജാതീയമായിട്ടുള്ള വിവേചനം ഉണ്ടായിരുന്നു. അതുപോലെ ചൈൽഡ് മാരേജ് എക്സിസ്റ്റഡ്, ശൈശവ വിവാഹം നിലനിന്നിരുന്നു. സൂപ്പർസ്റ്റീഷൻസ് എക്സിസ്റ്റഡ്, എന്താണ്, അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്നു. Basavanna was a philosopher, social reformer, and poet who lived in Kannada Desha in the 12th century. He decided to make people aware of the social and religious discrimination that existed in the society and endeavored to wipe them out. Basavanna put forward a vision based on freedom, equality, and social justice. Through the Veera Shaiva movement founded by him, he coordinated these ideas. CE 12th സെഞ്ചുറിയിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന ഒരു ഫിലോസഫർ, അതായത് തത്വചിന്തകനും പിന്നെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും സോഷ്യൽ റിഫോമറും ആയിരുന്നു. പിന്നെ അതുപോലെ ഒരു പോയറ്റും ആയിരുന്നു ബസവണ്ണ. അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന പല തരത്തിലുള്ള എന്താ പറയാ റിലീജിയസ് ആയിട്ടും സോഷ്യലി ആയിട്ടും ഒക്കെയുള്ള ഡിസ്ക്രിമിനേഷൻസിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഡിസൈഡ് ചെയ്യാണ്, തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള സമൂഹത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ തുടച്ചു നീക്കാനായിട്ട് അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു. ഫ്രീഡം, സ്വാതന്ത്ര്യം, അതുപോലെ ഇക്വാലിറ്റി, സമത്വം, പിന്നെ സാമൂഹ്യ നീതി, ഇതിലെല്ലാം അധിഷ്ഠിതമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം എന്താ പറയാ ഫോം ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിലൂടെ അദ്ദേഹത്തിന്റെ ഈ ആശയങ്ങളൊക്കെ എന്ത് ചെയ്തു, ഏകോപിപ്പിച്ചു. The major activities of the Veerashaiva movement are given below. 1. Brahminical supremacy and the authenticity of the Vedas were questioned. People were educated against caste discrimination and discrimination against women. Monotheism was encouraged, convinced the people about the greatness of work and labor. He opposed child marriage and encouraged marriage after puberty and widow remarriage. വീരശൈവ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. ഒന്നാമത്തേത് അന്നത്തെ ബ്രാഹ്മിൻ സുപ്രീമസി, ബ്രാഹ്മണ മേധാവിത്വത്തെയും പിന്നെ അവരുടെ വേദങ്ങളുടെ
പ്രാമാണികതയെയൊക്കെ ഇവരെന്ത് ചെയ്തു, ചോദ്യം ചെയ്തു. പിന്നെ കാരണം അന്ന് ബ്രാഹ്മണർക്കായിരുന്നു സ്ഥാനം കൂടുതൽ, അവർക്കായിരുന്നു എല്ലാത്തിലും സ്ഥാനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അവർ ചോദ്യം ചെയ്തു. പിന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെയും അതുപോലെ സ്ത്രീകൾക്കുള്ള ഡിസ്ക്രിമിനേഷനെതിരെയും ജനങ്ങളെ ബോധവൽക്കരിച്ചു. പിന്നെ ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. ഈ ഏകദൈവ വിശ്വാസത്തെയാണ് നമ്മൾ മോണോത്തിയസം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തൊഴിലിന്റെയും ലേബറിന്റെയും അധ്വാനത്തിന്റെയും ഒക്കെ മഹത്വം ആളുകളെ ബോധ്യപ്പെടുത്തി. പിന്നെ ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹത്തെ എതിർത്തു. അതുപോലെ പ്യൂബർട്ടി ആയ ശേഷം മാത്രം വിവാഹം ചെയ്യാനും, പ്രായപൂർത്തിയായ ശേഷം മാത്രം വിവാഹം ചെയ്യാനും, പിന്നെ വിധവകൾക്ക്, വിഡോസിനുള്ള പുനർവിവാഹത്തിനും ഇവരെന്ത് ചെയ്തു, എൻകറേജ് ചെയ്തു. ബസവണ്ണാസ് മെസ്സേജസ് ഹൈലൈറ്റിംഗ് ഹ്യൂമാനിസം ആൻഡ് ഇക്വാലിറ്റി. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് ഹ്യൂമാനിസവും ഇക്വാലിറ്റിയും ഒക്കെ തുറന്നു കാട്ടുന്ന രീതിയിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ കുറച്ച് കൊട്ടേഷൻസ് ആണ് താഴെ തന്നിട്ടുള്ളത്. ഇഫ് തോട്ട് ആൻഡ് ആക്ഷൻ ആർ ഗുഡ്, ദ നേഷൻ വിൽ പ്രോസ്പർ. ചിന്തയും അതുപോലെ പ്രവൃത്തിയും നല്ലതാണെങ്കിൽ രാജ്യം എന്താവും, പ്രോസ്പർ ആവും. ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ഈക്വൽ, റൈറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഏത് ജാതിയിൽപ്പെട്ടവരായാലും അവരുടെയൊക്കെ, മനുഷ്യരുടെയൊക്കെ അവകാശങ്ങൾ തുല്യമാണ്. ഇന്റർമീഡിയറീസ് ആർ നോട്ട് റിക്വയർഡ് ടു വർഷിപ്പ് ഗോഡ്. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അതിനിടയിൽ ഇന്റർമീഡിയറീസിന് ആവശ്യമില്ല, ഇടനിലക്കാരുടെ ആവശ്യമില്ല. ദർ ഇസ് നോ റീബർത്ത്, ലിവ് ദിസ് ലൈഫ് ബ്ലിസ്ഫുള്ളി. ഇനിയൊരു പുനർജന്മം ഇല്ല, അതുകൊണ്ട് ഈ ജീവിതം നല്ലതുപോലെ ജീവിക്കുക. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില മെസ്സേജസ് ആണ്. താഴെ ഒരു ചോദ്യമുണ്ട്. ദ വീരശൈവ മൂവ്മെന്റ് ക്വസ്റ്റ്യൻഡ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇനീക്വാലിറ്റീസ്. ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ്. വീരശൈവ പ്രസ്ഥാനം അന്ന് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഇനീക്വാലിറ്റീസിനെതിരെയൊക്കെ എന്ത് ചെയ്തു, ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പരിശോധിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. സോ അതിന് ഞാൻ മീനിങ് എല്ലാം കൂടെ പറയുന്നില്ല, ഞാൻ ആൻസർ എഴുതി തരാം. Veerashaiva movement was a social reform movement founded by Basavanna in the 12th century. Basavanna decided to make people aware of the social and religious discrimination that existed in the society and endeavored to wipe them out. Basavanna put forward a vision based on freedom, equality, and social justice. Through the Veerashaiva movement founded by him, he coordinated these ideas. Brahminical supremacy and the authenticity of the Vedas were questioned. People were educated against caste discrimination and discrimination against women. Monotheism was encouraged, convinced the people about the greatness of work and labor. He opposed child marriage and encouraged marriage after puberty and widow remarriage. അടുത്തയാളാണ് കബീർ, പ്രൊപ്പഗേറ്റർ ഓഫ് ഹ്യൂമൻ ഹാർമണി. മാനവ മൈത്രിയുടെ പ്രൊപ്പഗേറ്റർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കബീർ. റീഡ് ദീസ് ലൈൻസ്. ദ ഓൾമൈറ്റി ഈസ് നോൺ ബൈ മെനി നെയിംസ് like Allah, Ram, Karim, Keshav, Hari, Hazrat. Are in the bangles and the ring nothing but forms of gold? Variety lies in names, we call them. Share the ideas you have discovered. എന്താ മക്കളെ ഈ ലൈൻസിൽ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അള്ളാഹ്, റാം അതായത് രാമൻ, കരീം, കേശവ്, ഹരി, ഹസ്രത്ത് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത പേരുകളിൽ എന്താണ് ദൈവം അറിയപ്പെടുന്നുണ്ട്. നമ്മൾ നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്ന വളകള്, കമ്മലുകൾ തുടങ്ങിയിട്ടുള്ള ഓർണമെന്റ്സ്, ആഭരണങ്ങളൊക്കെ എന്താണ്, ഗോൾഡിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവയ്ക്ക് വ്യത്യസ്ത പേരുകളും വ്യത്യസ്ത ഷേപ്പും ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ എല്ലാം എന്താണ്, ഗോൾഡ് ആണ്. അതുപോലെ തന്നെയാണ് പേരുകളിൽ വൈവിധ്യമുണ്ടെങ്കിലും ഒരൊറ്റ ആളേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ദൈവമേ ഉള്ളൂ എന്നാണ് ഈ വരികളുടെ അർത്ഥം. These are the lines by Kabir, propagator of the Bhakti movement, who lived in northern India, present day Uttar Pradesh, in the 15th century. Kabir propagated his ideas through such rhymes known as dohas. Kabir's dohas were very popular with the masses as he composed his hymns in a language that common people could understand. നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് കബീർ എഴുതിയ കുറച്ച് ലൈൻസ് ആണ്. അദ്ദേഹം ഭക്തി മൂവ്മെന്റിന്റെ ഒരു പ്രൊപ്പഗേറ്റർ ആയിരുന്നു. നോർത്തേൺ ഇന്ത്യയിൽ, ഇന്നത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ അവിടെ പ്രൊപ്പഗേഷൻ നടത്തിയിരുന്ന ഒരാളായിരുന്നു 15th സെഞ്ചുറിയിൽ. അദ്ദേഹം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പ്രാദേശിക ഭാഷകളിലൊക്കെ വരികൾ, ഇത്തരത്തിലുള്ള റൈംസ് ആണ് എഴുതിയിരുന്നത്. അപ്പോൾ ഇതിനെ ദോഹ എന്നാണ് വിളിച്ചിരുന്നത്. കബീർസ് ദോഹാസ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. കബീർ സ്റ്റൂഡ് ഫോർ Hindu-Muslim unity and brotherhood. He reminded that the Hindus and Muslims are two vessels made of the same soil. He argued that caste system, untouchability, religious rituals, post-death rites, idol worship, etc. were meaningless. Kabir criticized all kinds of discrimination based on caste, religion, race, legacy, wealth, etc. Kabir's thoughts and activities were immensely influenced by Bhakti Sufi ideas. He rejected religious traditions completely. He also ignored the external rituals of religions
religions. Kabir, who believed in formless God, propagated bhakti as a means of salvation. Kabir traveled from place to place with his disciples to spread his ideas. Read some of his experiences during such travels. ഇപ്പൊ കബീർ എന്ന് പറയുന്ന വ്യക്തി ഹിന്ദു മുസ്ലിം അവരുടെ സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു. ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അത് ജനങ്ങളെ അദ്ദേഹം പഠിപ്പിച്ചു. അന്നത്തെ കാസ്റ്റ് സിസ്റ്റം, അതുപോലെ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, പിന്നെ അന്നത്തെ പൂജകള്, പിന്നെ അതുപോലെ ആഫ്റ്റർ ഡെത്ത് റിച്വൽസ്, മരണാനന്തര ചടങ്ങുകള്, പിന്നെ വിഗ്രഹാരാധന, അതിനെയൊക്കെ അദ്ദേഹം എതിരായിരുന്നു. അതൊക്കെ മീനിങ്ലെസ് ആണ് എന്ന് അദ്ദേഹം വാദിച്ചു. അതായത് അതുകൊണ്ടൊന്നും കാര്യമില്ല, അതൊക്കെ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. പിന്നെ കാസ്റ്റ്, റിലീജിയൻ, അതുപോലെ കളറ്, നമ്മുടെ ജാതി, മതം, വർണ്ണം, പിന്നെ കുടുംബ മഹിമ, വെൽത്ത്, സമ്പത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം ഡിസ്ക്രിമിനേഷൻസിന് കാരണമാണെന്ന് അദ്ദേഹം വിമർശിച്ചു. ഭക്തി, സൂഫി മൂവ്മെന്റ്സിന് കബീറിന്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മതപരമായ പാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്തിരുന്നു. അതുപോലെ ഫോംലെസ് ആയിട്ടുള്ള, അതായത് രൂപമില്ലാത്ത അരൂപിയായിട്ടുള്ള ദൈവത്തിലായിരുന്നു കബീർ വിശ്വസിച്ചിരുന്നത്. ഭക്തിയെ ഒരു മോക്ഷമാർഗമായിട്ട് അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നു. അതായത് നമ്മൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിലേക്ക് മടങ്ങിയാൽ ആ തെറ്റുകൾ പൊറുക്കപ്പെടും എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. തന്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിനായിട്ട് കബീർ ശിഷ്യന്മാരോടൊപ്പം ഒരുപാട് നാടുകളിലേക്ക് സഞ്ചരിച്ചു. അങ്ങനെ ഉണ്ടായ ഒരു അനുഭവം നമുക്ക് അവിടെ താഴെ തന്നിട്ടുണ്ട്, നമുക്കത് വായിച്ചു നോക്കാം. Once Kabir inquired of a grieving village chieftain. He said, "It's karma. What else to say? People are dying of smallpox. Sorcery is the remedy." Kabir laughed and said, "A spell for healing. None of this can be solved by magical spell. Only treatment can cure the disease." On another occasion, people started giving gifts to Kabir and his disciples. He said, "We are weavers, metal workers, woodcutters, farmers, and cobblers. We do work and live. We do not need gifts." അപ്പൊ കബീറിന്റെ ലൈഫിലെ രണ്ട് കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കല് ഒരു വില്ലേജിലെ പ്രധാനിയായ അയാൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ കബീർ അതിന്റെ കാരണം അന്വേഷിച്ചു. അപ്പൊ അയാൾ പറഞ്ഞത് കർമ്മയാണ്, കർമ്മഫലമാണ്. എന്താണ് കാരണം? എന്താ? സ്മോൾ പോക്സ് കാരണം, ബസൂരി എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് കാരണം ആളുകൾ മരിച്ചു വീഴുകയാണ്. അപ്പൊ അതിന് പരിഹാരമായിട്ട് നിങ്ങൾ മന്ത്രവാദം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ കബീർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? രോഗം മാറാൻ മന്ത്രവാദമോ? മന്ത്രവാദം കൊണ്ടൊന്നും രോഗത്തെ ഭേദാക്കാൻ കഴിയില്ല, ചികിത്സ കൊണ്ട് മാത്രമേ രോഗത്തെ ഭേദമാക്കാനായിട്ട് സാധിക്കൂ എന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരിക്കല് കബീറിനും അദ്ദേഹത്തിന്റെ ഡിസിപ്പിൾസിനും കൂട്ടുകാർക്കും ആളുകൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് തുനിഞ്ഞു. അപ്പൊ കബീർ എന്ത് പറഞ്ഞു? ഞങ്ങള് വീവേഴ്സും മെറ്റൽ വർക്കേഴ്സും അതുപോലെ മരം മുറിക്കുന്നവരും വുഡ് കട്ടേഴ്സും ഫാമേഴ്സും കോബ്ലേഴ്സും ഒക്കെയാണ്. ഞങ്ങള് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്, ഞങ്ങൾക്ക് സമ്മാനത്തിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. You have read Kabir's Doha and stories. Add your findings below. കബീറിന്റെ ദോഹയും ആ 4 ലൈൻസും അതുപോലെ അദ്ദേഹത്തിന്റെ ചില സ്റ്റോറിയിലെ കുറച്ച് മൊമെന്റ്സും നമ്മൾ വായിച്ചു. എന്നിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഫൈൻഡിങ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പീപ്പിൾ കോൾ ഗോഡ് ബൈ ഡിഫറെന്റ് നെയിംസ്. ജനങ്ങള് ദൈവത്തെ വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്നു. കബീർ മേഡ് പീപ്പിൾ തിങ്ക് അഗെയിൻസ്റ്റ് സൂപ്പർസ്റ്റിഷൻസ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ കബീർ ആളുകളെ പഠിപ്പിച്ചു. ഓൺലി ട്രീറ്റ്മെന്റ് ക്യാൻ ക്യൂർ ദ ഡിസീസ്. ചികിത്സയ്ക്ക് മാത്രമേ അസുഖം ഭേദമാക്കാൻ കഴിയൂ. ഹി റിജക്റ്റഡ് റിലീജിയസ് ട്രഡീഷൻസ് കംപ്ലീറ്റ്ലി. മതപരമായിട്ടുള്ള ട്രഡീഷൻസ് പൂർണ്ണമായിട്ടും അദ്ദേഹം റിജക്ട് ചെയ്തിരുന്നു. ഹി കൺവിൻസ്ഡ് പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. തൊഴിലിനെയും ജോലിയെയും അതുപോലെ വർക്കിനെയും അധ്വാനത്തെയും കുറിച്ചുള്ള അതിന്റെ മഹത്വം എന്താണെന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു. കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടിയിട്ട് കബീർ നിലകൊണ്ടു. അതിന് താഴെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടു വാട്ട് എക്സ്റ്റെന്റ് ഡിഡ് കബീർസ് ഐഡിയാസ് ഹെൽപ് ടു പ്രൊമോട്ട് ക്വാളിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി എമംഗ് ദ പീപ്പിൾ? ഓർഗനൈസ് എ ഡിസ്കഷൻ. അത് നമ്മൾ ഇതുവരെ പഠിച്ചതിനുമായിട്ട് ബേസ് ചെയ്തതാണ്, ഞാൻ എഴുതി തരാം. Kabir stood for Hindu Muslim unity and brotherhood. He reminded that the Hindus and Muslims are two vessels made of the same soil. He argued that caste system, untouchability, religious rituals, post-death rites, idol worships, etc. were meaningless. Kabir criticized all kinds of discrimination based on caste, religion, race, legacy, wealth, etc. അടുത്തയാളാണ് ഗുരു നാനാക്ക്. ഗുരു നാനാക്ക്, love and brotherhood. Once Guru Nanak and Bhai Mardana came to rest at Sajjan Takh's Inn.
He had a habit of robbing those who stayed there. Knowing this, Guru Nanak did not want to rest for the night. Instead, they started singing Shabad prayer songs composed by Guru Nanak. The recital meant it was unjust to lord others' wealth. Sajjan Thug realized his mistake when he listened to the lyrics of the song. He begged Guru for forgiveness. Guru Nanak advised him to give back all the stolen wealth to the poor and live honestly. Then on, Sajjan began a life helping those who visited there. ഒരിക്കൽ ഗുരുനാനാക്കും ബായ് മർദാനയും കൂടെ സജ്ജൻ തഗിന്റെ ഇന്നില് സ്റ്റേ ചെയ്യാനായിട്ട് പോയി. അവിടെ ഈ സജ്ജൻ തഗിന് അവിടെ സ്റ്റേ ചെയ്യുന്നവരുടെ കയ്യിലുള്ളത് എന്തൊക്കെയാണോ അത് മോഷ്ടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ഗുരുനാനാക്കിന് അറിയാമായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? ഗുരുനാനാക്ക് ആ ദിവസം അന്നേ രാത്രി വിശ്രമിക്കാതെ പകരം അവരുടെ ശബദ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ചൊല്ലാനായിട്ട് പാടാനായിട്ട് തുടങ്ങി. ഈ ശബദ് എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ വരികൾ കമ്പോസ് ചെയ്തത് ഗുരുനാനാക്ക് തന്നെയായിരുന്നു. അപ്പൊ ഈ വരികളില് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? മറ്റുള്ളവരുടെ വസ്തുക്കൾ കവർന്നെടുക്കരുത്, അല്ലെങ്കിൽ മോഷണം നന്നല്ല എന്നുള്ള രീതിക്കുള്ള മീനിങ്ങിലുള്ള വരികളായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പൊ ഈ വരികള് കേട്ടപ്പോ സജ്ജൻ തഗിന് താൻ എത്രത്തോളം വലിയ മിസ്റ്റേക്ക് ആണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്നിട്ട് ഇത് മനസ്സിലാക്കിയ സജ്ജൻ തഗ് എന്ത് ചെയ്തു? ഗുരുനാനാക്കിനോട് മാപ്പ് ചോദിച്ചു. അങ്ങനെ ഗുരുനാനാക്ക് എന്ത് പറഞ്ഞു? നീ ഇതുവരെ എടുത്ത സാധനങ്ങളൊക്കെ അതിന്റെ ഉടമസ്ഥർക്ക്, അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക്, സമ്പാദ്യം ഇല്ലാത്തവർക്ക് ആ ധനമൊക്കെ കൊടുക്കാനായിട്ട് പറഞ്ഞു. സജ്ജൻ തഗ് അതുപോലെ ചെയ്തു. പിന്നെ അന്നു മുതൽ അവിടെ വരുന്നവരോട് സജ്ജൻ തഗ് അങ്ങനെ ചെയ്തിട്ടില്ല. മാത്രവുമല്ല, അവിടെ സന്ദർശിക്കുന്നവരെ സജ്ജൻ തഗ് സഹായിക്കാനായിട്ടും തുടങ്ങി. ഇതിന് താഴെയുള്ള ഒരു ചോദ്യം നോക്കൂ. വാട്ട് ഐഡിയാസ് ഡിഡ് യു ഗെറ്റ് ഫ്രം ദിസ് സ്റ്റോറി? ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് അൺജസ്റ്റ് ടു റോബ് അതേഴ്സ് ഓഫ് ദെയർ വെൽത്ത്. മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് നല്ല കാര്യമല്ല, അൺജസ്റ്റ് ആണ്, എന്നാൽ ന്യായമായിട്ടുള്ള കാര്യമല്ല. അപ്പോളജൈസ് ഇഫ് യു ഗെറ്റ് ഇറ്റ് റോങ്. തെറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കിയാൽ ക്ഷമ ചോദിക്കുക. ബി ഓണസ്റ്റ് ഇൻ ലൈഫ്. ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക. Guru Nanak was born in 15th century in the village of Talwandi, now in Pakistan, in Sheikhpura, Punjab. Guru Nanak attempted to harmonize the ideas of different religions. He traveled within and outside India to propagate his thoughts. Guru Nanak was against the meaningless religious rituals. He attempted to propagate the message of one God. He promoted the ideals of equality, brotherhood, love, goodness, and religious tolerance. Caste discrimination, idolatry, pilgrimage, etc. were rejected by him. Economic inequality was questioned and people were encouraged to abstain from using intoxicants. He emphasized the importance of the langar or community kitchen where all classes of people could eat together. His ideas later paved the way for the formation of Sikhism. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്ന മക്കളെ? CE 15th സെഞ്ചുറിയിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ, ഇന്നത്തെ പാകിസ്ഥാനിലുള്ള തൽവാണ്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഗുരുനാനാക്ക് ജനിച്ചത്. വ്യത്യസ്ത മതങ്ങളുടെ ആശയങ്ങളെ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കൂട്ടിച്ചേർക്കാൻ, സമന്വയിപ്പിക്കാൻ ഗുരുനാനാക്ക് ശ്രമിച്ചു. തന്റെ തോട്ട്സ് ഒക്കെ, തന്റെ ചിന്തകൾ, തന്റെ ആശയങ്ങൾ അതൊക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. അതുപോലെ മതങ്ങളുടെ മീനിങ്ലെസ് ആയിട്ടുള്ള, അതായത് അർത്ഥമില്ലാത്ത, നിരർത്ഥകമായ പല അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. അതിനെ ഗുരുനാനാക്ക് എതിർത്തിരുന്നു. മതത്തിന്റെ പേരിൽ നടക്കുന്ന മീനിങ്ലെസ് ആയിട്ടുള്ള അനുഷ്ഠാനങ്ങളെ ഗുരുനാനാക്ക് എതിർത്തിരുന്നു. ഏകദൈവ വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഏകദൈവം എന്നുള്ള ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതുപോലെ ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, സാഹോദര്യം, പിന്നെ ലവ്, അതുപോലെ നന്മ, പിന്നെ റിലീജിയസ് ആയിട്ടുള്ള നമ്മുടെ സഹിഷ്ണുത, മതസഹിഷ്ണുത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ആശയങ്ങളെയൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. പിന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അതുപോലെ വിഗ്രഹാരാധന, പിന്നെ അതുപോലെ പിൽഗ്രിമേജ്, തീർത്ഥാടനം തുടങ്ങിയവയ്ക്ക് അദ്ദേഹം അതിനൊക്കെ എതിരായിരുന്നു. പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇക്വാലിറ്റി, അതായത് സാമ്പത്തികമായിട്ടുള്ള അസമത്വത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു. പിന്നെ ലഹരി വർജനത്തിന് ജനങ്ങളെ അദ്ദേഹം പ്രേരിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ലങ്കാർ എന്നുള്ള, അതായത് സമൂഹ അടുക്കള അല്ലെങ്കിൽ പൊതു അടുക്കള, അതിന്റെ പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തു ആളുകൾക്ക്. അദ്ദേഹത്തിന്റെ ഈ ആശയങ്ങളൊക്കെ പിൽക്കാലത്ത് സിഖിസത്തിന് വഴിതെളിച്ചു. അതായത് സിഖ് മതത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു.
താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മേക്ക് എ നോട്ട് ഓൺ ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ ഗുരു നാനാക്ക് ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയാസ് ഓഫ് റിലീജിയസ് ടോളറൻസ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. Guru Nanak attempted to harmonize the ideas of different religions. He traveled within and outside India to propagate his thoughts. Guru Nanak was against the meaningless religious rituals. He attempted to propagate the message of one God. He promoted the ideals of equality, brotherhood, love, goodness, and religious tolerance. Caste discrimination, idolatry, pilgrimage, etc. were rejected by him. Economic inequality was questioned and people were encouraged to abstain from using intoxicants. He emphasized the importance of the langar or community kitchen where all classes of people could eat together. His ideas later paved the way for the formation of Sikhism. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. In short, the social and religious activities of Kabir and Guru Nanak ushered in a period of cultural harmony in medieval India. Adi Granth or Guru Granth Sahib is the holy book of Sikhism. The Adi Granth contains writings of all the Sikh Guru beginning from Guru Nanak. The importance of monotheism and thoughts against caste, gender, race discrimination are embedded in it. The ideas of Jainism, Buddhism, Islam, etc. are included in the ആദി ഗ്രന്ഥ്. സിഖ് മതക്കാരുടെ വിശുദ്ധമായിട്ടുള്ള ബുക്കാണ് അല്ലെങ്കിൽ ഗ്രന്ഥമാണ് ആദി ഗ്രന്ഥ അല്ലെങ്കിൽ ഗുരു ഗ്രന്ഥ സാഹിബ് എന്ന് പറയുന്നത്. ഗുരു നാനാക്ക് മുതൽ പിന്നെ സിഖ് മതത്തിൽപ്പെട്ട ഗുരുക്കന്മാരുടെ ഒക്കെ രചനകളാണ് ഈ ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യവും അതുപോലെ കാസ്റ്റ്, അതുപോലെ ജെൻഡർ, ലിംഗം, പിന്നെ വംശം തുടങ്ങിയിട്ടുള്ള ഡിസ്ക്രിമിനേഷനെതിരെയുള്ള ചിന്തകൾ ഈ പുസ്തകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ എഴുതിയിട്ടുള്ളതൊക്കെ ഈ ഡിസ്ക്രിമിനേഷനെതിരെയായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ജൈനിസം, ബുദ്ധിസം, ഇസ്ലാം ഈ മൂന്ന് മതങ്ങളും, ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം, ഈ മൂന്നിന്റെയും ആശയങ്ങൾ മൂന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ആദി ഗ്രന്ഥയിൽ. വിമൻ ആൻഡ് ഭക്തി മൂവ്മെന്റ്. ഇനി ഭക്തി മൂവ്മെന്റിൽ സ്ത്രീകളുടെ പ്രാധാന്യം എത്രത്തോളം എന്നാണ് നോക്കുന്നത്. നമ്മളിപ്പോ പഠിച്ചതൊക്കെ എന്താണ്, പുരുഷന്മാരായിരുന്നു അല്ലെ, കബീറും ഗുരുനാനാക്കും ബസവണ്ണയും ഒക്കെ. അപ്പൊ ഇനി വിമൻ എംപവർ എങ്ങനെയാ, അല്ലെങ്കിൽ വിമൻ സാന്നിധ്യം എത്രത്തോളം ആണെന്നാണ് നോക്കുന്നത്. Women were less recognized and respected in the medieval society. Conditions remained the same in relations to freedom of worship. With the advent of Bhakti movement, many women took to composing and singing hymns and songs to worship the deity of their choice. Mirabai was a Rajput princess who lived in Chittor, Rajasthan. She gave up all the worldly comforts and immersed herself in devotion to Krishna. Krishna bhajanas composed by Mirabai are very popular. Karakkal Ammayar and Andal were famous devotee poetess from Tamil Nadu. Their compositions expressed deep devotion to their favorite deity. മിഡീവൽ കാലഘട്ടത്തില് സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് പൊതുവെ റെക്കഗ്നീഷനും അതുപോലെ അവർക്ക് കിട്ടുന്ന പരിഗണനയും ഒക്കെ വളരെ കുറവായിരുന്നു. അത് മാത്രമല്ല അവർക്ക് ആരാധനയുടെ കാര്യത്തിലുള്ള സ്വാതന്ത്ര്യവും വ്യത്യസ്തമായിരുന്നില്ല. അതും അവർക്ക് കിട്ടുന്നതിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു ആരാധനയുടെ കാര്യത്തിലും. അപ്പൊ ഭക്തി മൂവ്മെന്റിന്റെ വളർച്ചയോട് കൂടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തെ ആരാധിക്കുന്നതിനായിട്ടുള്ള കീർത്തനങ്ങളും ഗാനങ്ങളും ഒക്കെ ഈ സ്ത്രീകൾ രചിക്കാനും ആലപിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നു. ഇത്തരത്തിൽ രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന ഒരു രജപുത്ര പ്രിൻസസ് ആയിരുന്നു മീരാബായ് എന്ന് പറയുന്നവര്. അവരുടെ ജീവിത സൗകര്യങ്ങൾ, പ്രിൻസസ് ആയിട്ട് നമുക്കറിയാം, പ്രിൻസസ് ആകുമ്പോൾ ഒരുപാട് നല്ല ആർഭാടത്തോടെ ജീവിക്കാം അല്ലെ. ഈ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവര് കൃഷ്ണദേവയുടെ ഭക്തിയിൽ മുഴുകി ജീവിക്കാനായിട്ട് തുടങ്ങി. മീരാബായി രചിച്ചിട്ടുള്ള പല കൃഷ്ണ ഭജനുകളും ഇന്ന് ഏറെ പ്രസിദ്ധമാണ്. മീരാബായി കൂടാതെ തമിഴ്നാട്ടിലെ പ്രശസ്തരായിട്ടുള്ള 2 ഭക്ത കവയത്രിമാരായിരുന്നു കാരക്കൽ അമ്മയാറും ആണ്ടാളും. അവരും തങ്ങളുടെ ഇഷ്ട ദൈവത്തോടുള്ള വളരെ അകമഴിഞ്ഞിട്ടുള്ള ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. Akka Mahadevi was a prominent figure in the Veerashaiva movement. She led discussions against the social and spiritual oppression the women faced in those days. Babina Bai and Soira Bai of Maharashtra and Lal Ded of Kashmir also contributed to the growth of the Bhakti movement. ഇതുകൂടാതെ അക്ക മഹാദേവി ഇവർ വീരശൈവ മൂവ്മെന്റിലുള്ള ആളായിരുന്നു. അവരും ഇത്തരത്തിലുള്ള മൂവ്മെന്റിൽ വന്ന ഒരു സ്ത്രീ സാന്നിധ്യമാണ്. അന്നത്തെ കാലത്തുണ്ടായിട്ടുള്ള സമൂഹത്തിലുള്ള സ്ത്രീകൾ നേരിട്ടിരുന്ന ഡിസ്ക്രിമിനേഷൻസിനൊക്കെ അക്ക മഹാദേവി ചോദ്യം ചെയ്തിട്ടുണ്ട് അവരുടെ രചനകളിലൂടെ.
അതുപോലെ തന്നെയാണ് ബഹിനാബായും സൊയറാബായും മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നവർ. അതുപോലെ ദേദ് ഓഫ് കാശ്മീരിലുള്ള ലാൽ ദേദ്, ഇവർ മൂന്നുപേരും ഇത്തരത്തിൽ ഭക്തി മൂവ്മെന്റിന്റെ വളർച്ചയോട് കൂടിയിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ് പറയാ അവരുടെ കോൺട്രിബ്യൂഷൻസിൽ കയ്യൊപ്പ് പതിപ്പിച്ച ആളുകൾ തന്നെയാണ്. ഇതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്കസ് ദ സിഗ്നിഫിക്കന്റ് റോൾ ഓഫ് മീരാബായ്, അക്ക മഹാദേവി എക്സെട്ര ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ ഭക്തി മൂവ്മെന്റ്. With the advent of Bhakti movement, many women took to composing and singing hymns and songs to worship the deity of their choice. Mirabai was a Rajput princess who lived in Chittor, Rajasthan, gave up all worldly comforts and immersed herself in devotion to Krishna. Krishna bhajanas composed by Mirabai are very popular. Karikal Ammayar and Andal were famous devotee poetesses from Tamil Nadu. Their compositions expressed deep devotion to their favorite deity. Akka Mahadevi was a prominent figure in the Veerashaiva movement. She led discussions against the social and spiritual oppressions the women faced those days. Bahinabai and Soirabai of Maharashtra and Lal Ded of Kashmir also contributed to the growth of the Bhakti movement. ഇനി അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഇമ്പാക്ട്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്. ഭക്തി മൂവ്മെന്റ് വന്നതോട് കൂടിയിട്ട് എന്തൊക്കെ ഇമ്പാക്ട്സ് സൊസൈറ്റിയിൽ ഉണ്ടായി എന്നിട്ടുള്ള കാര്യങ്ങളാണ്. ദ എയിം ഓഫ് ദ ഭക്തി മൂവ്മെന്റ് വാസ് ഡെഡിക്കേഷൻ ടു വൺസ് ഫേവറേറ്റ് ഡൈറ്റി ത്രൂ മ്യൂസിക് ആൻഡ് ഡിവോഷൻ. ഹൗവർ ലേറ്റർ ദ മൂവ്മെന്റ് വാസ് ഏബിൾ ടു ബ്രിങ് അബൌട്ട് progressive changes in India's social and religious spheres. Most of the Bhakti poets in the Bhakti movement were from the so-called marginalized caste groups. They questioned caste system and the privileges enjoyed by the Brahmins. As a result, the concept of social equality began to emerge. Women were allowed to participate in discussions in the Anubhav Mandapam. Their opinions gained recognition and made them think about the idea of equality between men and women. The Bhakti movement was also able to educate people about the greatness of occupation. മ്യൂസിക്കിലൂടെയും അതുപോലെ ഡിവോഷനിലൂടെയും ഭക്തിയിലൂടെയും ഒക്കെ അവരുടെ ഇഷ്ടപ്പെട്ട ദൈവത്തിന് സ്വയം സമർപ്പിക്കുക അല്ലെങ്കിൽ അവരെ ആരാധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഭക്തി മൂവ്മെന്റ് രൂപം കൊണ്ടത്. എന്നാൽ ഭക്തി മൂവ്മെന്റിന്റെ ലക്ഷ്യം ഇത് മാത്രമായിരുന്നെങ്കിലും അവരെ ഭജനയിലൂടെ അല്ലെങ്കിൽ കീർത്തനങ്ങളിലൂടെയൊക്കെ പ്രീതിപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നെങ്കിൽ കൂടി പിന്നീട് അതിനുശേഷം ഇന്ത്യയുടെ സോഷ്യലായിട്ടും അതുപോലെ റിലീജിയസ് ആയിട്ടും മതപരമായിട്ടുള്ള മേഖലകളിലൊക്കെ വളരെ പുരോഗമനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തി മൂവ്മെന്റിന് സാധിച്ചിട്ടുണ്ട്. ഭക്തി മൂവ്മെന്റിലെ ഏകദേശം ഭൂരിപക്ഷം ഭക്ത കവികളും അവരൊക്കെ എന്തായിരുന്നു, ഒപ്രസ് ചെയ്ത, അതായത് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട കാസ്റ്റിലുള്ള ആളുകളായിരുന്നു, ജാതിക്കാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ബ്രാഹ്മണരിൽ നിന്ന് മറ്റു ബ്രാഹ്മണരിൽ നിന്നൊക്കെ അവർ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവര് എന്താണ്, ഈ ജാതി വ്യവസ്ഥയെയും പിന്നെ അതുപോലെ ബ്രാഹ്മണർക്ക് മാത്രം ലഭിക്കുന്ന പ്രത്യേകം പ്രിവിലേജസിനെയൊക്കെ അവരുടെ എന്താ പറയാ കീർത്തനങ്ങളിലൂടെയും അല്ലെങ്കിൽ രചനകളിലൂടെയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. അവരുയർത്തിപ്പിടിച്ച അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ ആളുകൾക്കിടയിൽ അത് എന്താണ്, അവർക്ക് റെക്കഗ്നീഷൻ കിട്ടുകയും അതുപോലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവർക്കിടയിലുള്ള ഇക്വാലിറ്റിയെ കുറിച്ച് മറ്റുള്ളവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഭക്തി മൂവ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ അതിനുകൊണ്ടുണ്ടായ മറ്റൊരു എഫക്റ്റ് ആണ് എന്ത്, ആളുകൾക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കാനും പിന്നെ തൊഴിലിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ബോധ്യപ്പെടുത്തി എന്നുള്ളത്. അടുത്ത മൂവ്മെന്റ് ആണ് സൂഫി മൂവ്മെന്റ്. Jalaluddin Khilji, the Sultan of Delhi, revealed his desire to Amir Khusro to meet Sheikh Nizamuddin Auliya. The Sultan insisted that the meeting should be kept secret as Auliya would refuse to meet him if he comes to know about it. But Khusro told this to Auliya. Auliya, who did not like to meet rulers, traveled far on the day of the visit. On reaching the Khanga, the king could not see the sheikh and became angry with Khusro. You were deceiving the Sultan, weren't you? Khusro replied, if I deceive the king, only my life in this world will end. But if I cheat my sheikh, I will lose the immortal afterlife too. അപ്പോ സൂഫി മൂവ്മെന്റിൽ അവരുടെ ആളുകളെ കുറിച്ചുള്ള ചെറിയൊരു കഥയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഡൽഹിയിലെ സുൽത്താനായിരുന്ന ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയെ കാണാൻ അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ ഈ വിവരം എന്താണ്, ഇങ്ങനെ ജലാലുദ്ദീൻ ഖിൽജി വരുന്നുണ്ട് എന്നുള്ള വിവരം ഔലിയ അറിയാൻ പാടില്ല എന്നുകൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് ആർക്കറിയാം, ജലാലുദ്ദീൻ ഖിൽജിക്ക് അറിയാം. പക്ഷെ ഖുസ്രു എന്ത് ചെയ്തു, ഇക്കാര്യം ഔലിയയോട് പറഞ്ഞു. കാരണം ഭരണാധികാരികളെ ഇദ്ദേഹം എന്താണ്, രാജാവിനെ പ്രീതിപ്പെടുത്തുക എന്നതിന് പകരം അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുസരിക്കുക എന്നതിന് പകരം
ആത്മീയമായ മറ്റൊരു വശം കൂടെ ഉണ്ട്. ഞാനത് പറയാതിരുന്നാൽ ദൈവം അറിയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വശം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാതിരുന്ന ഔലിയ എന്ത് ചെയ്തു? ഇദ്ദേഹം വരുന്നുണ്ട്, ജലാലുദ്ദീൻ ഖിൽജി വരുന്നുണ്ട് എന്നറിഞ്ഞ ആ ദിവസം ദൂരേക്ക് ഒരു യാത്ര പോയി. അങ്ങനെ ഖാൻദ്വാഹിലെത്തിയ രാജാവ് ഷെയ്ഖിനെ കാണാനാകാതെ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്തിനാണ് സുൽത്താനെ ചതിക്കുമായിരുന്നല്ലേ, എന്നെ വഞ്ചിച്ചു അല്ലെ ഖുസ്രു എന്ന് ഖുസ്രുവിനോട് ചോദിച്ചു. അപ്പൊ അതിന് ഖുസ്രു എന്താ മറുപടി പറഞ്ഞത്? രാജാവിനെ ചതിച്ചാല് എനിക്ക് ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കുകയുള്ളൂ, പക്ഷേ ഗുരുവിനെ ചതിച്ചാൽ എനിക്ക് മരണത്തിന് ശേഷം ഉള്ള ജീവിതം പോലും നഷ്ടമാവും എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പൊ അവർക്ക് ആത്മീയമായ ഒരു വശത്തിലൂടെ ചിന്തിക്കുമ്പോൾ അവർ അത്തരം ഒരു ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നതിന്റെ സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത്. Doesn't this incident tell us that Khusru, who was not afraid of death, was afraid of the displeasure of his Sufi Sheikh Nizamuddin Auliya? What else did you learn from the story? കഥയിൽ നിന്ന് വേറെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? സൂഫീസ് wanted to stay away from wealth and power. സമ്പത്തിൽ നിന്നും അധികാരത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ സൂഫിമാര് ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു ആവശ്യം. സൂഫീസ് ഗേവ് ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വൽ ലൈഫ്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജീവിതത്തിന് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. Sufis were those who accepted bhakti as a means to approach God. Sufi scholars thought one of the ways to achieve this was devotional singing. They traveled among the common people and propagated Sufi principles. Emphasis was given to the concepts of monotheism, fraternity, humanity, and devotion to God. ഭക്തി എന്ന് പറയുന്നത് ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മാർഗമായിട്ടായിരുന്നു സൂഫികൾ സ്വീകരിച്ചിരുന്നത്. അതിനുള്ള ഒരു വഴി, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അടുക്കുന്നതിനുള്ള ഒരു വഴി ഭക്തി ഗാനങ്ങൾ ആലപിക്കുന്നതാണെന്ന് അവര് വിശ്വസിച്ചു. ചില സൂഫി വര്യന്മാര് അങ്ങനെ വിശ്വസിച്ചു. സാധാരണ ആളുകൾക്കിടയിൽ ഇവര് സഞ്ചരിച്ച് അവരുടെ സൂഫി തത്വങ്ങളെല്ലാം അവർ പ്രചരിപ്പിക്കാനായിട്ട്, ഇങ്ങനെ സൂഫി ഗാനങ്ങളിലൂടെ പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. മോണോത്തിയസം, ഏകദൈവ വിശ്വാസം, അതുപോലെ ഫ്രട്ടേണിറ്റി, സാഹോദര്യം, മനുഷ്യ സ്നേഹം, പിന്നെ ദൈവത്തോടുള്ള സമർപ്പണം, ഇതൊക്കെയായിരുന്നു സൂഫിസത്തിന്റെ പ്രധാന ആശയങ്ങൾ. ഇനി സൂഫിസം എന്താണെന്ന് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കൂ. Scholars suggest that the word Sufism is derived from the word Sufi, meaning wool, or from the word Safi, meaning purity. wool അഥവാ കമ്പിളി എന്നർത്ഥം വരുന്ന സുഫ് എന്ന വാക്ക്, അല്ലെങ്കിൽ പ്യൂരിറ്റി, ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വേർഡ്, ഈ ഏതോ ഒരു വേർഡിൽ നിന്നാണ് സൂഫിസം എന്നുള്ള വേർഡ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നത്. Sufism is an Islamic devotional movement which originated in Central Asia. The rulers here began to pay more attention to worldly pleasures like wealth, power, and luxurious life. It was against such trends that the Sufi movement emerged. The Sufi movement reached India by the 12th century CE. Among the 12 Sufi sects known as Silsilas, the Chishti and Suhrawardi Silsilas reached India. സെൻട്രൽ ഏഷ്യയിൽ, അതായത് മധ്യേഷ്യയിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു ഇസ്ലാമിക് ഭക്തി മൂവ്മെന്റ് ആണ് സൂഫിസം എന്ന് പറയുന്നത്. ഇവിടങ്ങളിലുള്ള ഭരണാധികാരികൾ വെൽത്ത്, പവർ, പിന്നെ അതുപോലെ ലക്ഷറിയസ് ലൈഫ്, തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഇത്തരം പ്രവണതകൾക്കെതിരെ, അതായത് സമ്പത്തും അധികാരവും ഈ ലക്ഷറിയസ് ലൈഫും ആഡംബര ജീവിതവും, ഇതിനൊക്കെ എതിരെയാണ് സൂഫി പ്രസ്ഥാനം, സൂഫി മൂവ്മെന്റ് ഉയർന്നു വന്നത്. CE 12th സെഞ്ചുറിയോട് കൂടിയിട്ട് ഇന്ത്യയിലേക്ക് സൂഫി മൂവ്മെന്റ് എത്തിച്ചേർന്നു. സിൽസിലാസ് എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്രവർദി എന്നീ 2 സിൽസിലകളാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. The Sufi masters were the ones who gave importance to spiritual life, abstaining from luxurious life. The Sufi master was called Pir or Sheikh, and his followers were called Murid. The Khangas where the Sufis reside were the social centers of the time. Qawwalis are devotional songs rendered in a special chanting style called Sama in the Sufi centers. During the Sultanate and Mughal periods, Sufis were able to bring about unity among different religious sects. ആഡംബര ജീവിതത്തെക്കാട്ടിലും സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫിന്, അതായത് ആത്മീയമായിട്ടുള്ള ജീവിതത്തിന് സൂഫീസുകൾ പ്രാധാന്യം നൽകിയിരുന്നു. പിന്നെ സൂഫി ഗുരുവിനെ പിർ അഥവാ ഷെയ്ഖ് എന്നും, അതുപോലെ അദ്ദേഹത്തിന്റെ അനുയായികളെ മുരീദ് എന്നുമായിരുന്നു വിളിച്ചിരുന്നത്. സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്ന ഖാൻഗാഹൂസ്, അന്നത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു ഈ ഖാൻഗാഹൂസ്. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന അവരുടെ ഭക്തിഗാനങ്ങളെ ഖവാലീസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഖവാലി എന്ന് കേട്ടിട്ടില്ലേ?
അതുപോലെ സുൽത്തനത്ത് മുഗൾ, ഈ രണ്ട് കാലഘട്ടത്തിലും അന്നത്തെ മതവിഭാഗങ്ങൾക്കിടയിൽ യൂണിറ്റി ഉണ്ടാക്കാൻ, ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിട്ടുണ്ട്. മേജർ സൂഫി മാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദ റിലീജിയൻസ് റിലേറ്റഡ് ടു ദം ആർ ഗിവൺ ബിലോ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൂഫി മാസ്റ്റേഴ്സും അവർ റിലേറ്റ് ചെയ്ത മതങ്ങളും, മതങ്ങളല്ല, റിലീജിയൻസ് അല്ല, റീജിയൻസ്, അവരെവിടെയാണോ, ഏത് പ്രദേശങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്, അത് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. നോക്കൂ, ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദി ഉണ്ടായിരുന്ന റീജിയൻ സിൽഹറ്റ് ആണ്. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഉണ്ടായിരുന്ന റീജിയൻ ഡൽഹിയാണ്. ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി ഉണ്ടായിരുന്ന റീജിയൻ അജ്മീർ ആണ്. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിപ്പയർ ദ ഇൻഫർമേഷൻസ് റിക്വയർഡ് ടു മേക്ക് എ ഫ്ലിപ്പ് ബുക്ക് ഓൺ സൂഫി മൂവ്മെന്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ഫ്ലിപ്പ് പേജ്. ഒരു ഫ്ലിപ്പ് പേജിന്റെ ഫോമാറ്റിൽ ഫ്ലിപ്പ് ബുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സൂഫി പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് എഴുതാം എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ 2 നമുക്ക് താഴെ തന്നിട്ടുണ്ട്. നോക്കൂ മക്കളെ, സൂഫീസ് were those who accepted devotion as a means to approach God. Sufi scholars thought that one of the ways to access God was devotional singing. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവരെ കുറിച്ച് പഠിച്ചത്? They traveled among the common people and propagated Sufi principles. Emphasis was given to the concepts of monotheism, fraternity, humanity, and devotion to God. The Sufi movement reached India by the 12th century. The Sufi masters were the ones who gave importance to spiritual life, abstaining from luxurious life. The Sufi master was called Pir or Sheikh, and his followers were called Murid. The Khanqahs, where the Sufis reside, were the social centers of the time. Qawwalis are devotional songs rendered in a special chanting style called Sama in the Sufi centers. During the Sultanate and Mughal periods, Sufis were able to bring about unity among different religious sectors. ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജസ്. ഇനി ഓരോ പ്രാദേശിക ഭാഷകളുടെയും വളർച്ച, അതിനെ കുറിച്ചാണ് നോക്കുന്നത്. അതിൽ ഈ മൂവ്മെന്റ്സ് എത്രത്തോളം സഹായകമായി എന്നുള്ള കാര്യം. Bhakti Sufi propagators used vernacular languages to spread their ideas among common people. This led to the growth of regional languages. Many devotional poems were composed in languages like Tamil, Punjabi, Bengali, Marathi, Telugu, Kannada, Malayalam, etc. Many other literary works in vernacular languages were also composed. Urdu, a combination of Persian and Hindi, is an example of India's cultural integration. Amir Khusru was one of the most prominent writers of the Urdu language during this period. Kabir's Dohas enriched the Hindi language. Mahabharata, Ramayana, and other works have been translated into various regional languages. This led to the rejuvenation of language and literature. ഭക്തി മൂവ്മെന്റിന്റെയും സൂഫി മൂവ്മെന്റിന്റെയും ആളുകൾ അവരുടെ ഈ മൂവ്മെന്റിന്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് സഞ്ചരിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ നമ്മള്. അപ്പോൾ ഇവർ ഈ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഈ 2 മൂവ്മെന്റിന്റെയും പ്രൊപ്പഗേറ്റേഴ്സ് പ്രാദേശികമായിട്ടുള്ള ഭാഷകളിൽ, റീജിയണൽ ലാംഗ്വേജസിലായിരുന്നു അവരുടെ ആശയങ്ങൾ പ്രചാരണം നടത്തിയിരുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ എന്താണ്, ഈ പ്രാദേശിക ഭാഷകൾ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജസിന്റെ വളർച്ചയ്ക്ക് കാരണമായി. തമിഴ്, പഞ്ചാബി, മറാത്തി, ബംഗാളി, പിന്നെ തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ഭാഷകളിൽ ധാരാളം ഭക്തി പോയംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ പ്രാദേശികമായിട്ടുള്ള ഭാഷകളിലേക്ക് ധാരാളം സാഹിത്യകൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടും ഉണ്ടായിട്ടുണ്ട്. പേർഷ്യനും ഹിന്ദിയും കൂടി ചേർന്നുണ്ടായിട്ടുള്ള ഉറുദു എന്ന് പറയുന്ന പുതിയൊരു ഭാഷ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഇന്റഗ്രേഷൻ, സമന്വയത്തിന് ഉദാഹരണമാണ്. ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. അതുപോലെ തന്നെ കബീർസ് ദോഹാസ് ഹിന്ദി ഭാഷയെ വളരെയധികം സമ്പന്നമാക്കി. പിന്നെ മഹാഭാരതം, രാമായണം തുടങ്ങിയവയും മറ്റു കൃതികളൊക്കെ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ഉണ്ടായി. ഇത് എല്ലാ ഭാഷകൾക്കും അതുപോലെ ആ ഭാഷകളിലുള്ള ലിറ്റററി വർക്ക്സിനും സാഹിത്യത്തിനും വളരെയധികം പ്രചോദനമേകി അല്ലെങ്കിൽ ഉണർവേകി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മേജർ ലിറ്റററി വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. പ്രധാനപ്പെട്ട ലിറ്റററി വർക്ക്സും അത് ഏത് ലാംഗ്വേജിലാണ് ഉണ്ടായിട്ടുള്ളത്, പിന്നെ അതിന്റെ പ്രാദേശികമായിട്ടുള്ള ഭാഷ ഏത്, അതിന്റെ ഓതേഴ്സ് ആര്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേത് തമിഴിലുള്ള പ്രധാനപ്പെട്ട വർക്ക്സ് നോക്കൂ. 4000 ദിവ്യപ്രബന്ധം എഴുതിയത് ആൾവാഴ്സ് ആണ്. തിരുമുറൈകൾ എഴുതിയത് നായനാർസ് ആണ്. കന്നഡയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ലിറ്റററി വർക്ക് വചനാസ് ആണ്. അത് എഴുതിയത് ബസവണ്ണ, അക്ക മഹാദേവി, അല്ലാമ പ്രഭു തുടങ്ങിയവരാണ്. തെലുങ്കിൽ ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരത നന്നയ്യ തിക്കണ്ണ, യരപ്രഗാദ തുടങ്ങിയവരാണ് എഴുതിയിട്ടുള്ളത്. ദെൻ ബംഗാളിയിൽ ഉണ്ടായിട്ടുള്ളത് ഗീതാ ഗോവിന്ദ, എഴുതിയത് ജയദേവയാണ്. ഹിന്ദിയിൽ പത്മാവത്, എഴുതിയത് മാലിക് മുഹമ്മദ് ജേസിയാണ്. മലയാളത്തിൽ പ്രധാനമായിട്ടുണ്ടായത് ജ്ഞാനപ്പാന, എഴുതിയത് പൂന്താനമാണ്.
അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എഴുതിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. മുഹീദ്ദീൻ മാല എഴുതിയത് ഖാസി മുഹമ്മദ് ആണ്. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ ദ ഭക്തി മൂവ്മെന്റ് ഹെൽപ്ഡ് ഇൻ ഗ്രോയിങ് വെർണാക്കുലർ ലാംഗ്വേജസ്. Bhakti Sufi propagators used vernacular languages to spread their ideas among common people. This led to the growth of regional languages. Many devotional poems were composed in languages like Tamil, Punjabi, Bengali, Marathi, Telugu, Kannada, Malayalam, etc. Many other literary works in vernacular languages were also composed. Urdu, a combination of Persian and Hindi, is an example of India's cultural integration. Amir Khusro was one of the most prominent writers of the Urdu language during this period. Kabir's Dohas enriched the Hindi language. Mahabharata, Ramayana, and other works have been translated into various regional languages. This led to the rejuvenation of language and literature. Influence of Bhakti Sufi ideas. What were the changes happened in the society as a result of Bhakti Sufi movement? Observe the given illustration, add more ideas. Bhakti Sufi movements ഉണ്ടായ ശേഷം സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നാണ്. അതിൽ 3 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. റിലീജിയസ് ടോളറൻസ്, മതപരമായിട്ട് സഹിഷ്ണുതയുണ്ടായി. ആറ്റിറ്റ്യൂഡ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനത്തിനെതിരെ, അതായത് ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനായിട്ട് ആളുകൾ തുടങ്ങി. അതിനെതിരെയുള്ള ഒരു മനോഭാവം ഉണ്ടായി. ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റംസ്, അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ സോഷ്യൽ ഇക്വാലിറ്റി, സാമൂഹ്യപരമായിട്ടുള്ള സമൂഹത്തിൽ ഇക്വാലിറ്റി ഉണ്ടാവുകയും തുടങ്ങി, സമത്വം ഉണ്ടാകാൻ തുടങ്ങി. ബ്രദർഹുഡ് ആൻഡ് ഹ്യൂമാനിറ്റി, സഹോദര്യവും മനുഷ്യത്വവും വളർന്നു. ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദു മുസ്ലിം മതക്കാർക്കിടയിൽ ഐക്യമുണ്ടായി. മോണോത്തിയസം, ഏകദൈവ വിശ്വാസം ഉണ്ടായി. ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകളുടെ വളർച്ച സാധ്യമായി. ജെൻഡർ ഇക്വാലിറ്റി, ലിംഗസമത്വം ഉണ്ടായി. കൾച്ചറൽ ഇന്റഗ്രേഷൻ, സാംസ്കാരികപരമായിട്ടുള്ള സമന്വയങ്ങൾ ഉണ്ടായി. The medieval Indian society was characterized by severe hierarchical issues and social inequalities. The political and social conditions of that time were discussed in the previous chapter. In this context, Bhakti Sufi movements have played a critical role in reducing conflicts, bringing people together, and creating an atmosphere of peace and harmony. These movements were successful in bringing the ideas of different religions to the common people. The influence of Bhakti and Sufi ideas helped people belonging to different castes and religions to coexist. The hallmarks of modern Indian society, such as communal harmony, unity in diversity, fraternity, equality, and pluralism, have evolved from the influence of Bhakti Sufi movements. മിഡീവൽ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ സൊസൈറ്റിയിൽ പൊതുവെ വളരെ അധികം ഉയർന്ന രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസും ഇനീക്വാലിറ്റീസും ഒക്കെ നിലനിന്നിരുന്നു. അക്കാലത്ത് പൊളിറ്റിക്കലായിട്ടും അതുപോലെ സോഷ്യലി ആയിട്ടും ഒക്കെ എന്തൊക്കെ സംഭവങ്ങൾ, മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ആ ഒരു സാഹചര്യത്തില് മനുഷ്യരെ ഒരുമിപ്പിച്ചു കൂട്ടി അന്നത്തെ സംഘർഷങ്ങളൊക്കെ കുറച്ച് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാൻ ഈ ഭക്തി സൂഫി മൂവ്മെന്റ്സിന് കഴിഞ്ഞിട്ടുണ്ട്. പല വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങളും സാധാരണക്കാരിലേക്ക്, കോമൺ പീപ്പിളിലേക്ക് എത്തിക്കാൻ ഈ മൂവ്മെന്റ്സിന് കഴിഞ്ഞു. അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള കാസ്റ്റ്, റിലീജിയൻ, ജാതി, മതത്തിലൊക്കെ ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് വളരെ ഐക്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ സഹവർത്തിക്കാനും ഈ ഭക്തി മൂവ്മെന്റും സൂഫി മൂവ്മെന്റും അവരുടെ ആശയങ്ങൾ സ്വാധീനിച്ചു അല്ലെങ്കിൽ സഹായിച്ചു. ഇന്ന് കാണുന്ന നമ്മുടെ ആധുനിക ഇന്ത്യയില്, മോഡേൺ ഇന്ത്യയില് സമൂഹത്തിന്റെ എന്താ പറയാ, നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകതകളായിട്ടുള്ള സൗഹാർദ്ദം, ഫ്രട്ടേണിറ്റി, സാഹോദര്യം, പിന്നെ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, നാനത്വത്തിൽ ഏകത്വം, പിന്നെ ഇക്വാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഭക്തി മൂവ്മെന്റിന്റെയും സൂഫി മൂവ്മെന്റിന്റെയും ആശയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളാണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് നോക്കാം. ക്വസ്റ്റ്യൻ 1. ഓർഗനൈസ് എ ഡിസ്കഷൻ ഓൺ ഹൗ ദ ഭക്തി സൂഫി മൂവ്മെന്റ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ദ എമർജൻസ് ഓഫ് എ സിൻക്രറ്റിക് കൾച്ചർ ഇൻ മോഡേൺ ഇന്ത്യ. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ, ഭക്തി മൂവ്മെന്റും സൂഫി മൂവ്മെന്റും ഇന്നത്തെ മോഡേൺ ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ എത്രത്തോളം സഹായകമായി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ദ മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിവിയർ ഹൈറാർക്കിയൽ ഇഷ്യൂസ് ആൻഡ് സോഷ്യൽ ഇനീക്വാലിറ്റീസ്. Bhakti Sufi movements have played a critical role in reducing conflicts, bringing people together, and
creating an atmosphere of peace and harmony. These movements were successful in bringing the ideas of different religions to the common people. The influence of Bhakti and Sufi ideas helped people belonging to different castes and religions to coexist. The hallmarks of modern Indian society, such as communal harmony, unity in diversity, fraternity, equality, and pluralism, have evolved from the influence of Bhakti Sufi movements. Question 2. Ideas and messages of Basavanna. Prepare and present a skit and add the script to the school wiki. ബസവണ്ണയുടെ ഐഡിയാസും മെസ്സേജസും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളും എന്തൊക്കെയാണ് എന്ന് ആദർശങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഒരു സ്കിറ്റ് ആക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ആ സ്കിറ്റ് നിങ്ങൾ അഭിനയിച്ച് കാണിക്കുക. അതിന്റെ സ്ക്രിപ്റ്റ് സ്കൂൾ വിക്കിയിൽ പ്രദർശിപ്പിക്കുക. Question 3. Prepare an edition or a digital album with images and ideas of Bhakti Sufi propagators with the help of the map given below. നമുക്ക് താഴെ മേജർ ഭക്തി സൂഫി പ്രൊപ്പഗേറ്റേഴ്സ് മിഡീവൽ ഇന്ത്യയിലുള്ളവരുടെ ചിത്രങ്ങളും അതിന്റെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ഇത്തരത്തിലുള്ള ഭക്തി സൂഫി മൂവ്മെന്റ്സിന്റെ പ്രൊപ്പഗേറ്റേഴ്സിന്റെ പിക്ചറും ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒന്നുകിൽ ഒരു ആൽബം, ഡിജിറ്റൽ ആൽബം അല്ലെങ്കിൽ ഒരു എഡിഷന് തയ്യാറാക്കുക. അത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ ചെയ്ത് നോക്കാനായിട്ടുള്ളത്. ചാപ്റ്ററും അതുപോലെ അതിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ മക്കളുടെ കൂടുതൽ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പൊ ശരി, നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്